ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് നടൻ ബാലയുടെ മകൾ പാപ്പു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പ്രധാന ന്യൂസ് ചാനലുകൾ വരെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ബാല ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ അമൃത ഈ രണ്ട് വീഡിയോയെക്കുറിച്ചിട്ടും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടും സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അമൃത ബാല ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം ബാല പല മീഡിയയ്ക്ക് മുൻപിൽ വന്നിട്ടും അമൃതയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് ബാല. പല സിറ്റുവേഷനുകളിലും ബാലയുടെ പ്രതികരണം ആരായാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആളുകളും ഒക്കെ ചെല്ലുന്ന സമയത്ത് ബാല ആ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം, പ്രതികരണം തേടുന്ന കാര്യങ്ങൾക്കൊപ്പം ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അമൃതയെ കുറ്റപ്പെടുത്താൻ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ബാല പറയുന്ന കാര്യങ്ങളുടെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയും ആരെയാണ് ബാല ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇന്റർവ്യൂവിലും ബാല എന്തു പറഞ്ഞാലും അവസാനിപ്പിക്കുന്നത് അമൃതയ്ക്കിട്ടൊരു കൊട്ടായിട്ടാണ്. അത് ഈ ബാലയുടെ ഇന്റർവ്യൂകളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇന്ന് വരെ അമൃത ബാലയെ കുറ്റം പറഞ്ഞുകൊണ്ടോ തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടോ ഒരു വീഡിയോ ചെയ്യുകയോ പ്രതികരണം നടത്തുകയോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കുട്ടിക്ക് കോവിഡ് ആയിരുന്നു, എന്നെ അറിയിച്ചില്ല, എന്നെ കാണിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിവാദമാക്കിയിരുന്നു അന്ന്. ആ സമയത്താണ് അമൃത ചെറുതായിട്ടെങ്കിലും പ്രതികരിച്ചത്. കുട്ടിക്ക് കോവിഡ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചത് അന്നാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അമൃത ഒരുപാട് പൈസ ബാലയുടെ നിന്ന് നഷ്ടപരിഹാരമായിട്ട് വാങ്ങി സ്വത്തിന്റെ പകുതി ഭാഗവും അമൃത കൊണ്ടുപോയി എന്ന തരത്തിൽ ബാല സംസാരിക്കേണ്ടായി. അതിനെ തുടർന്ന് വക്കീലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് അമൃത തന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അന്നും തങ്ങൾ എങ്ങനെയാണ് വേർപിരിഞ്ഞത്, തങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അമൃത തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. ഒരു തരത്തിലും ബാലയെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം, ഒരു ഇന്റർവ്യൂവോ ഒരു കാര്യങ്ങളോ ഒന്നും ആ കുട്ടി നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് ആ പെൺകുട്ടി പ്രതികരിച്ചതെന്ന് പറയേണ്ടി വരും. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, സ്വന്തം അമ്മയെക്കുറിച്ച് നിരന്തരം കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന ആളുകളുടെ ഇടയിൽ ആ സ്ത്രീ ഒരു മോശം സ്ത്രീയാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെ ഒരു മകളും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ബാല അമൃതയെ കുറ്റപ്പെടുത്തുന്നതും അമൃതയെ വിമർശിക്കുന്നതും മറ്റുള്ളവർ മുമ്പിൽ അമൃതയെ ചീത്ത ആളായിട്ട് ചിത്രീകരിക്കുന്നതും എന്ന് അവസാനിപ്പിക്കുന്നു. അന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു സ്നേഹം അതിൻ്റെ അച്ഛനോട് തോന്നുള്ളൂ എന്ന് ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബാല തൻ്റെ കാര്യം നോക്കിയിട്ട് അവനവൻ്റെ ജീവിതം നോക്കി ജീവിക്കുകയാണ് നല്ലത്. ഭാവിയിൽ എപ്പോഴെങ്കിലും ആ കുട്ടിക്ക് അച്ഛനെ കാണണം തോന്നുമ്പോൾ അത് സ്വമനസാലെ വരും. അതിനെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കുറേ അധികം ആരോപണങ്ങൾ തൻ്റെ അമ്മയ്ക്ക് നേരെ വരികയും അത് തനിക്ക് നേരെ കൂടി എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ കുട്ടി നിവൃത്തിയില്ലാതെ പ്രതികരിച്ചതാണെന്ന് പറയേണ്ടി വരും. 10-12 വയസ്സായ കുട്ടിയാണ്. നമുക്കറിയാം, പഴയ കാലഘട്ടമൊന്നുമല്ല. ഇന്നത്തെ കുട്ടികൾ വളരെയധികം മെച്ചുവേർഡാണ്. നമ്മൾ മുതിർന്നവരെക്കാട്ടിലും കാര്യപ്രാപ്തിയുള്ള പല കുട്ടികളും ഉണ്ട് നമ്മുടെ വീടുകളിൽ. അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ആ കുട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് കണ്ടു, കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ചതാണ്, അതിന്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ്, ഈ കുട്ടി ചെറുപ്പത്തിലെ ബാലയെ ഉപേക്ഷിച്ച് പോന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എന്താണ് നടന്നതെന്ന് ഓർക്കാൻ കഴിയില്ല, അപ്പൊ ഇതൊക്കെ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞ് പറയിപ്പിച്ചതാണ്, എന്തിനാണ് മോളെ ഇങ്ങനെ അമ്മയ്ക്ക് സപ്പോർട്ട് നിന്നിട്ട് അച്ഛനെ കുറ്റം പറയുന്നത്, അതുപോലെ അമ്മയുടെ സ്വഭാവം ശരിയല്ല, അമ്മ മറ്റു വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ച ആളാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനാണ് നല്ലത് എന്നുള്ള തരത്തിൽ ആ കുട്ടി ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകളുണ്ട്. പല കുട്ടികൾക്കും ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവുണ്ടാവില്ല. അതുകൊണ്ട് ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിച്ചാണ്. 3 വയസ്സിൽ അച്ഛനെ പിരിഞ്ഞു വന്ന കുട്ടി തന്നെ അച്ഛൻ കുപ്പിയെടുത്ത് എറിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് അമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ആ കുട്ടിക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല എന്നാണ് ഭൂരിഭാഗം പേരും വിലയിരുത്തിയതും അതിനടിയിൽ കമന്റ് ചെയ്തതും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, 3 വയസ്സായ കുട്ടികൾക്കും ഓർമ്മ ഉണ്ടാവും. തങ്ങൾക്ക് ആ സമയത്ത് സംഭവിച്ച ചില നിർണായകമായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ, എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചില കാര്യങ്ങൾ, അവരുടെ മനസ്സിനെ ബാധിച്ച ചില കാര്യങ്ങൾ എത്ര വയസ്സായാലും ഓർമ്മയുണ്ടാവും. എൻ്റെ മകൻ 3 വയസ്സിൽ ഞങ്ങളുടെ
ബെഡ് ഫുള്ളും വെള്ളം കോരി ഒഴിച്ച് നനച്ച് ബെഡിൽ നിന്ന് വെള്ളം തറയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായി. അത്രയും ഉണ്ടായി. അപ്പോൾ അന്ന് അവന് 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സിൽ താഴെയുള്ളൂ പ്രായം. 3 വയസ്സ് തികഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നും അവൻ ആ ഓർമ്മയുണ്ട്. പക്ഷെ അവന്റെ കുട്ടിക്കാലത്ത് നടന്ന പല സംഭവങ്ങളും അവന് ഓർമ്മയില്ല. പക്ഷെ ഈ ഒരു കാര്യം അവന് ഓർമ്മയുണ്ട്. കാരണം എന്താണെന്നറിയോ, അന്ന് ഞാൻ അവനെ വല്ലാതെ അടിച്ചു. കാരണം ആ ബെഡ് മുഴുവൻ നാശമായി പോയി, ഒന്നിനും പറ്റാത്ത അവസ്ഥ. അത്രയധികം വെള്ളം അതിൽ ഒഴിച്ച് നാശാക്കിയിരുന്നു. അപ്പൊ ഞാൻ അവനെ ഭയങ്കരമായിട്ട് അടിച്ചു എന്നുള്ളതാണ്. ആ അടിയുടെ ഓർമ്മയാണോ, കുഞ്ഞ് ഭയന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ഇൻസിഡന്റ് ആ കുട്ടിയുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടില്ല. ഇടയ്ക്ക് എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോൾ, ഞാൻ അടിക്കാൻ വഴിയെടുക്കുമ്പോൾ, ചീത്ത പറയുമ്പോൾ ഉടനെ അവൻ പറയുന്ന കാര്യമാണ്, അമ്മയ്ക്ക് ഓർമ്മയില്ലേ ഞാൻ അമ്മയുടെ ബെഡ് ചീത്തയാക്കിയത് വെള്ളം കോരി ഒഴിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഞാൻ കപ്പിലാണ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചത് എന്ന് ഇപ്പോൾ 10 വയസ്സുള്ള എൻ്റെ മകൻ പറയും. ഇതാ എൻ്റെ കൂടെ ഉണ്ട് ഇതൊക്കെ. ഇതാ ഓർമ്മയില്ലേ വികൃതിക്ക് എന്താ ഓർമ്മ ഉള്ളത് പറയേ. ഞാൻ പണ്ട് വെള്ളം ബെഡിൽ ഒഴിച്ച് ബാത്റൂമിൽ കപ്പിലെടുത്തു. എന്നിട്ട് അമ്മ എന്താ ചെയ്ത്? ഒരുപാട് തന്നെ വികൃതി കാണിച്ചിട്ടല്ലേ അമ്മ അടിച്ചത് അല്ലേ? അമ്മയുടെ ബെഡ് ചീത്തയാക്കിയിട്ടല്ലേ അമ്മ അടിച്ചത് അല്ലേ? അത് മോനെ ഓർമ്മയുണ്ട് അല്ലേ? എപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴല്ലേ? ആണോ? കുഞ്ഞുവാവയായിരിക്കുമ്പോഴല്ലേ ചെയ്തത്? അതാണ് കുട്ടികളുടെ ഓർമ്മ. അപ്പോൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥമില്ല. ആ കുട്ടിക്ക് ഓർമ്മയില്ല. 3 വയസ്സുള്ള കുട്ടിക്ക് എന്താണ് ഓർമ്മശക്തി ഉണ്ടാവില്ല എന്നൊക്കെ പറയും. വെറുതെയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. ശരിയായിരിക്കാം, എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് നടന്ന ചില ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അവരെ വേദനിപ്പിച്ച, അവരെ ഭയപ്പെടുത്തിയ സംഭവങ്ങൾ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ പറഞ്ഞാൽ വളരെയധികം ഭയങ്കരമായിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് അത് ഓർമ്മയില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇത് പല കാര്യങ്ങളും ഓർത്തിരിക്കുന്ന കുട്ടികൾ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ എത്രയോ കുട്ടികളുണ്ട് മെമ്മറി പവറിന്റെ പേരിലല്ലേ. 9 മാസമായ കുട്ടികൾ ഓരോന്ന് ചെയ്തിട്ടൊക്കെ ഗിന്നസിൽ കയറി റെക്കോർഡ് നേടിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടിയൊക്കെ നമ്മൾ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ആലോചിക്കണം. അപ്പം അമൃത പറഞ്ഞതും കുട്ടി പറഞ്ഞതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബാല കുടിച്ചു വന്നിട്ട് ഇവരെ അമൃതയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അത് കുറെ അധികം സഹിച്ചു. കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ച ആയതുകൊണ്ട് തന്നെ അത് സഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അമൃതയ്ക്ക് ഉണ്ടായിരുന്നു. അമൃത കുറെ അധികം സഹിച്ചു. പിന്നീട് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ബാല കുടിച്ചു വന്ന് കുപ്പി ഇവർക്ക് നേരെ എറിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ കുട്ടിയെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമൃത. അപ്പൊ കുട്ടിയുടെ ദേഹത്ത് അമൃത എറിഞ്ഞതായിരിക്കാം, കുട്ടീനെ ആയിരിക്കില്ല എറിഞ്ഞത്. അപ്പൊ അമൃത ഇപ്പൊ കുട്ടി കയ്യിലുണ്ടായിരുന്നു. കുട്ടി ഭയപ്പെട്ടു പോയി ചുമരിൽ തട്ടി ആ കുപ്പി ചിതറി തെറിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻസിഡന്റ് കുട്ടിയുടെ മനസ്സിലുണ്ടാവും. കാരണം കുപ്പിയൊക്കെ വന്നിട്ട് ദേഹത്ത് തട്ടാതെ വന്ന് ഇങ്ങനെ ചുമരിൽ വന്ന് തട്ടി തെറിച്ച് പൊട്ടുമ്പോൾ ആ ഒരു കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, ഒരിക്കലും മാറില്ല. അത് ഉള്ളിൽ കിടക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആ കുഞ്ഞിന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. വേറെ ഒരു സംഭവം ഇല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അതായിരിക്കണം ആ കുട്ടി ഓർത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മ പറഞ്ഞ അനുഭവം ഉണ്ടാവും. അമ്മമാര് പറയൂലോ, അങ്ങനെ എന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന് ആ പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് ഷെയർ ചെയ്യുന്നതോ ഒക്കെ ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ടാവും നിരന്തരമായിട്ട്. എന്നെ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ ചർച്ച ചെയ്യും അല്ലെ. അതൊക്കെ ഈ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാവും. അത് ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞിനെ. പിന്നെ തിരിച്ചറിവായ കുഞ്ഞാണ്. ഈ ബാല പറയുന്നത് പോലെ മകളോട് ഇത്രയധികം സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ഒരു ഫോൺ കോളോ ഒരു കത്തോ ഒരു സമ്മാനമൊക്കെ കൊണ്ടു കൊടുക്കാം. അപ്പൊ അവരവിടുന്ന് ആട്ടിയിറക്കി അത് വലിച്ചെറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പറയുന്നതിനൊരു മര്യാദ ഉണ്ട്. അതൊന്നും ചെയ്യാതെ എല്ലാ കാര്യങ്ങളും, മകളോട് പറയാനുള്ള കാര്യങ്ങളും അമൃതയോട് പറയാനുള്ള കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് അല്ല പറയുന്നത്. അല്ലെങ്കിൽ നേരിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു മീഡിയേറ്റർ ഉണ്ടാവും അല്ലെ. ഒരു മീഡിയേറ്ററെ വെച്ചിട്ട് ഇവർക്കൊന്നും കിട്ടാൻ, സിനിമാ മേഖലയിലുള്ള ആൾക്കാരാ, കിട്ടാൻ പാടുണ്ടാവില്ല. അപ്പൊ ഒരു കോമൺ മീഡിയേറ്ററെ വെച്ചിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ളൊരു ഒരു താല്പര്യം ബാല കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ കുട്ടിയോട് അടങ്ങാത്ത സ്നേഹമാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ടും അവരത് റിജക്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താം. പക്ഷെ ഇതൊന്നും ചെയ്യാതെ തനിക്ക് ജനങ്ങളുടെ സിമ്പതി കിട്ടണം, മീഡിയയുടെ സിമ്പതി കിട്ടണം എന്നൊരു ഒറ്റ ഉദ്ദേശം വെച്ചിട്ട് ഈ കുട്ടി എന്തൊക്കെയോ വന്ന് പറയണം. അപ്പൊ തനിക്കുള്ളതൊരു മോളാണ്. ആ അമ്മയെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയുമ്പോൾ അത് ആ മോളുടെ ജീവിതത്തെ കൂടി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അച്ഛൻ എന്തച്ഛനാണ്?
അച്ഛൻ എന്ന് പറഞ്ഞാൽ പോരെ, അച്ഛൻ മകളുടെ ജീവിതത്തെക്കുറിച്ചും മകളുടെ ഭാവിയെക്കുറിച്ചും മകള് സമൂഹത്തിൽ നാണം കെടുന്നതിനെ പറ്റിയും ഒറ്റപ്പെടുന്നതിനെ പറ്റിയും ഒക്കെ ചിന്തിക്കണം. അപ്പൊ അവളുടെ അമ്മയെ ചീത്തക്കാരിയായിട്ട് സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആ പെൺകുട്ടിയെ കൂടി ബാധിക്കുന്ന ചിന്തിക്കാനുള്ളൊരു വിവേകം, സ്നേഹമുള്ള ഒരു അച്ഛനുണ്ടാവണം. പക്ഷെ അയാൾക്ക് അതില്ല. എപ്പോഴും അമൃതയെ കുറ്റം പറയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അയാൾ കൊടുത്ത ഇന്റർവ്യൂകളൊക്കെ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും, അതിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെ അമൃതേനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അയാള്. അപ്പോൾ ഒരാൾക്ക് തെറ്റ് പറ്റും, സ്വാഭാവികം. അത് ഇന്ന് വീഡിയോയിൽ അമൃത പറയുന്നുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുകയും തൻ്റെ പോലെ ഒരേ വേവ് ലെങ്ത് ഉള്ള ആളാണെന്ന് തോന്നി, സംഗീത മേഖലയിലുള്ള ആളായതുകൊണ്ട് ഒരു വേവ് ലെങ്ത് ആയിരിക്കും, ഇതൊരു നല്ല ഇതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വേറൊരു ബന്ധത്തിലേക്ക് പോവുകയും അത് മറച്ചു വെക്കുകയൊന്നും ചെയ്യാതെ സമൂഹത്തിനെ അറിയിക്കുകയും ചെയ്തവര് അല്ലെ, എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഒരാളുടെ കൂടെ അവര് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അയാള് ഇവരുമായിട്ട് ഒത്തുപോകുന്ന ഒരാളല്ല എന്നുള്ളത് അത് അവരുടെ തെറ്റല്ല. എത്രയോ കല്യാണങ്ങൾ കഴിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള സ്ത്രീകൾ നിരവധി കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തനിക്ക് ഇനിയൊരു ജീവിതം വേണം, അത് തൻ്റെ ഇതുമായിട്ട് ഒത്തുപോകുന്ന ഒരാളും കൂടി ആണെന്ന് തോന്നിയപ്പോൾ ഒരാളെ സെലക്ട് ചെയ്തു. അയാളുടെ സ്വഭാവം എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ആ കുട്ടിയെ കൊണ്ട് കഴിഞ്ഞില്ല. അതാണ് സത്യാവസ്ഥ. സ്വാഭാവികമായിട്ടും ഇത് നല്ലൊരു ബന്ധമായിരിക്കും, ഇത് നിലനിൽക്കും എന്ന് കരുതിയിട്ടാണ് ആ ബന്ധത്തിലേക്ക് പോയത്. അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടത് ഫ്ലോപ്പായി പോയി. അതിന് ആ പെൺകുട്ടീനെ എന്തിനു പഴിക്കണം? അപ്പൊ അതിനെ കുറ്റം മുഴുവൻ ആ പെൺകുട്ടി എന്തോ വലിയ ആഭാസത്തരം ചെയ്തതായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പൊ മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ചോദിക്കുകയാണ്, നിന്റെ അമ്മ വളരെ മോശക്കാരിയാണ് അല്ലേ എന്ന് നേരിട്ട് ചോദിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് പിടിക്കുന്ന ഒരു അച്ഛനും കൂടി ഉണ്ടാകുമ്പോൾ നിന്റെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ആ മകളുടെ ഹൃദയം എത്ര വേദനിക്കുന്നുണ്ടാവും, അപമാനം കൊണ്ട് എത്ര തവണ അതിന്റെ തല കുനിഞ്ഞുണ്ടാവും. പഠിക്കുന്ന സ്കൂളിലെ കൂടെയുള്ള കുട്ടികളെ ഈ തരത്തിൽ പരിഹസിക്കുമ്പോൾ അതിന്റെ ദേഷ്യം എത്രമാത്രം ഉണ്ടാവും, സങ്കടം എത്രമാത്രം ഉണ്ടാവും. ഒരു തുള്ളി സ്നേഹമോ അലിവോ അച്ഛനെന്നുള്ള ഒരു വികാരമോ അതിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ബാല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അമൃതയെ കുറ്റം പറയാ, അമൃത വളരെ മോശമാണ് എന്ന് പറയാ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വരെ ഇന്നത്തെ വീഡിയോയിലല്ലാതെ ഇതിനു മുമ്പ് അമൃത ബാലയെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും പറയുന്ന ആരും കേട്ടിട്ടുണ്ടാവില്ല. തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, തനിക്ക് ഇത്രയധികം പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ളതൊന്നും ആ കുട്ടി തുറന്നു പറഞ്ഞിട്ടില്ല. ആ കുട്ടിക്ക് പറയാമായിരുന്നു. ഇയാൾ പലതവണ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയാം. കാരണം ഇദ്ദേഹം ശരിയല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി ഒരു ഡോക്ടറാണ്. ആ കുട്ടി ഇട്ടെറിഞ്ഞു പോയി എന്നുള്ളത്. അതിന്റെ സ്വഭാവം കണ്ടാലറിയാം, അമൃതേനെക്കാട്ടിലും നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടി, വളരെ നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടി. അതിന്റെ വർത്താനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എന്തൊരു പാവം കുട്ടിയെന്നറിയാം, ഒരു ഡോക്ടറാണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതില്ലാത്ത ഒരു നിഷ്കളങ്കയായിട്ടുള്ളൊരു പെൺകുട്ടി. അതിനെ പോലും നേരാവണ്ണം കൊണ്ടു നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അമൃതയെ കുറ്റം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം അമൃതയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വേറൊരു കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു എന്നാണ് ഇപ്പൊ അമൃത വീഡിയോയിൽ പറയുന്നത്. ഇത് എലിസബത്തിനെ കല്യാണം കഴിച്ചത് 3ാമത്തെ കല്യാണം, അമൃത 2ാം കല്യാണമായിരുന്നു എന്നാണ് പറയുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ നേരത്തെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയതാണെന്ന് അറിയുന്നത്. അപ്പൊ ഇയാൾക്കതൊരു ഹോബിയാണ്, കല്യാണം കഴിച്ച് പെൺകുട്ടികളുടെ ജീവിതം തകർക്കുക എന്നുള്ളതൊരു ഹോബിയാണ്. അത് അദ്ദേഹം തുറന്നു പറയുന്നില്ല അല്ലെ. തൻ്റെ ഫോൾട്ട്, തൻ്റെ തെറ്റുകൾ, തനിക്ക് ഒരു സ്ത്രീയുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയില്ല, അവരെ നല്ല സുരക്ഷിതമായിട്ടോ സന്തോഷമായിട്ടോ കൊണ്ട് നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റ് തൻ്റെ ഭാഗത്ത് ഉണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ച ആ പെൺകുട്ടി എവിടെ? അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് അവർ പോയി എന്ന് പറയുന്നില്ലല്ലോ, ആ കുട്ടിയും പറയുന്നില്ല. അത് അതിന്റെ മാന്യത, അത് അതിന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അമൃത പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഉള്ള മുഖഭാവോ ശരീരപ്രകൃതിയോ ഒന്നുമല്ല ഇപ്പൊ അതിനുള്ളത്. വീഡിയോസൊക്കെ കണ്ടറിയാം, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഡള്ളായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ അത് വളരെയധികം ബോൾഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാനും അതിന്റെ രൂപഭാവങ്ങളിൽ വരെ മാറ്റം വന്നു. അതിന്റെ മുഖത്ത് എപ്പോഴും ചിരിയും പ്രസന്നതയാണ് ഇപ്പോൾ. പണ്ടങ്ങനെയല്ല, വളരെ ഗ്ലൂമി ആയിട്ട് കണ്ടിരുന്നതാണ് ബാലയുടെ കൂടി ഉണ്ടായിരുന്നപ്പോൾ. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സമൂഹത്തിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണാനും വിലയിരുത്താനും ഒക്കെ കഴിയും. എന്നിട്ടാണ് ഈ അമൃതയെ നിരന്തരം തൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ മറച്ചു വെച്ചിട്ട് അമൃതേനെ കുറ്റം പറയുക, കണ്ണ് നിറച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് കുഞ്ഞിനെ സമൂഹത്തിനെ പിച്ചിക്കീറാൻ ഇട്ട് കൊടുക്കുക. ഇത് എന്ത് ന്യായമാണ്? ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, ഒരിക്കലും ബാലയുടെ കൂടെ നിൽക്കാനും കഴിയില്ല. ഈ കാര്യത്തിൽ 100% ആ കുട്ടി പറഞ്ഞതും അമൃത പറഞ്ഞതും ശരിയാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. നമ്മളൊക്കെ അമ്മമാരാണ്, നമ്മളുടെ മക്കൾ എന്ത് പറയും എന്ത് പറയില്ല എന്ന് നമുക്ക്
തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഒരു 12 വയസ്സായ കുട്ടിയുടെ വികാരം എന്തായിരിക്കും, ആ കുട്ടി എങ്ങനെ ഇങ്ങനെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോൾ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ട് ആ കുട്ടീനെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ എത്രയധികം കുറ്റപ്പെടുത്തുന്നത്? ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ശരിയായിരിക്കും, ചില ആളുകൾക്ക് മെമ്മറി ഉണ്ടാവില്ല, കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഒരു മെമ്മറി പവർ ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷെ എല്ലാ കുട്ടികളും ആ തരത്തിലാവണമെന്ന് ചിന്തിക്കരുത്, ആ തരത്തിലാവുമെന്നും ചിന്തിക്കരുത്. ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഒരു കുഞ്ഞു കുട്ടിയാണ്, അതിൻ്റെ സങ്കടം അത് വന്ന് തുറന്നു പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും എന്നുള്ളത് മനസ്സിലാക്കുക. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. അത് സ്വയം അധ്വാനിച്ച്, ആരെയും ആശ്രയിക്കുന്നില്ല, സ്വയം അധ്വാനിച്ച് ആ കുടുംബം നോക്കിക്കൊണ്ട് പോവുകയാണ്. അതങ്ങനെ പൊയ്ക്കോട്ടെ. അതിന് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വലിച്ചു കീറുന്നത്? നമ്മുടെ വീട്ടിലെ കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതെങ്കിൽ നമ്മളെ ഇങ്ങനെ ചെയ്യാൻ വിട്ടുകൊടുക്കുമോ ആളുകൾക്ക്? ഒരിക്കലുമില്ല. അതൊന്നും മനസ്സിലാക്കാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ഒരവസരം മാക്സിമം ഉപയോഗിക്കുകയാണ്. ആ സ്ഥാനത്ത്, അമൃതയുടെ സ്ഥാനത്ത്, ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനോ എൻ്റെ മകളോ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാതെ പല സ്ത്രീകള്, അതാണ് ശരിക്ക് സഹിക്കാൻ കഴിയാത്തത്. ആണുങ്ങൾ പോട്ടെ, സ്ത്രീകള് ഇതിനടിയിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലത്ത് തങ്ങളെ തന്നെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ. അമൃതയുടെ സ്ഥാനത്ത്, ആ കുട്ടിയുടെ സ്ഥാനത്ത് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കൂ. അപ്പം മനസ്സിലാവും എന്താണ് അതിൻ്റെ വിഷമം എന്നുള്ളത്. അമൃത പറഞ്ഞ പോലെ വലിയ അപരാധമോ വലിയ കുറ്റകൃത്യമൊന്നും ആ കുട്ടി ചെയ്തിട്ടില്ല. എത്രയോ കല്യാണം, ഡിവോഴ്സ് ആയ ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊരു പാർട്ട്ണർ വേണം തോന്നി, അത് സക്സസ് ആയില്ല. അത് ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയുടെ ചോയ്സ് തെറ്റിപ്പോയി. അതിനെ ബ്ലെയിം ചെയ്യണം? അതിനെ ഒരു ആഭാസത്തെയാക്കി മാറ്റണം? അത് തെറ്റ്. കൂടെ നിന്നിട്ടില്ലെങ്കിലും വിരോധമല്ല, പക്ഷെ അതിനെ എങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് വലിച്ചു കീറരുത് ദയവ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ബാല്യം, ഇനി അടങ്ങി ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കി ഇനി വേറെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലത്. താൻ എവിടെയും ഫുള്ളായിട്ട് സക്സസ് ആവുന്നില്ല എന്ന് തോന്നുമ്പോൾ ഒരു അപകർഷതാബോധം ചില മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം ആ അപകർഷതാബോധം എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് പലരെ ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനായിട്ടാണ് തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും തീർക്കാനുള്ള ഒരു ഉപകരണം അല്ല തൻ്റെ മകള് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് നല്ലതാണ്. അത്രമാത്രം എനിക്ക് പറയാം.